പ്രിയ കൂട്ടുകാരെ, ഗുഡ് മോർണിംഗ്. ഇപ്പം നമ്മുടെ കേരളത്തിൽ ജീവിക്കണമെന്നുണ്ടെങ്കിൽ പുതിയ നിയമം പഠിക്കണം. കാരണം പണ്ട് കാലത്തൊക്കെ ബൈബിളിന്റെ ഒക്കെ ഒരു ചെറിയ പകർപ്പായിട്ട് പുതിയ നിയമം എന്നും പറഞ്ഞൊരു പുസ്തകങ്ങൾ നമ്മുടെ സ്കൂളുകളിലും മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ മിക്കവരുടെ കയ്യിലും കൈവശം കിട്ടിയിട്ടുള്ളതാണ്. എന്ന് പറഞ്ഞ പോലെ കേരളത്തിൽ കൊച്ചു കേരളത്തിൽ ജീവിക്കണമെന്നുണ്ടെങ്കിൽ പുതിയ നിയമം പഠിക്കണം. പുതിയ നിയമം പഠിക്കുന്ന പറഞ്ഞാൽ ഒരുപാട് പുതിയ പരിഷ്കാരങ്ങളാണ് സർക്കാർ ജനങ്ങളിലേക്ക് കൊണ്ടുവരുന്നത്. അതിൻ്റെ അകത്ത് ഇന്നലെ ഒരു പദ്ധതി നടപ്പിലാക്കി. എനിക്ക് പരിചയമുള്ള ഫീൽഡ് അല്ല, എങ്കിലും അതിനെപ്പറ്റി പറയാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. കാരണം നമ്മുടെ ബിവറേജുകളിൽ മദ്യം വിൽപ്പനയ്ക്ക് ശേഷം കുപ്പി തിരിച്ചു കൊണ്ടുപോയി കൊടുത്തു കഴിഞ്ഞാൽ 20 രൂപ മദ്യത്തിന് വില കൂട്ടിയതാണ്. ആ കൂട്ടിയ പൈസ ആ കുപ്പി തിരിച്ചു കൊണ്ടുപോയി കൊടുക്കുമ്പോഴത്തേന് ആ 20 രൂപ ബിവറേജിൽ നിന്ന് നമുക്ക് തിരിച്ചു കൊടുക്കും. അപ്പൊ ഇന്നലെ നമ്മുടെ കണ്ണൂരാണ് പരീക്ഷണാടിസ്ഥാനത്തിലൊക്കെ തുടങ്ങിയിരിക്കുന്നത്. നമ്മുടെ പ്ലാസ്റ്റിക്കിന്റെ ഉപയോഗം കുറയ്ക്കാൻ വേണ്ടി സർക്കാർ ചെയ്യുന്ന പരിപാടികളുടെ ഒരു ഭാഗമായിട്ടാണ് ഇത് ചെയ്യുന്നത്. എങ്ങനെയുണ്ട് ആ നിയമം? എങ്ങനെയുണ്ട്? നല്ല നിയമമല്ലേ? പുതിയ നിയമം എന്ന് പറയുന്നത് എങ്ങനെയുണ്ട്? അപ്പൊ അതിനുള്ള മറുപടിയൊക്കെ നിങ്ങൾക്ക് പറയാം. കാരണം ഞാൻ ഒരുപാട് ആൾക്കാരുമായിട്ട് ഇതിനെപ്പറ്റി സംസാരിക്കുകയും ഇതുമൂലം ഉണ്ടാകുന്ന കുറച്ച് കാര്യങ്ങള് ജനങ്ങളുടെ പ്രതികരണമൊക്കെ ഇന്നലെ തന്നെ ഉണ്ടായിട്ടുണ്ട്. ഇന്നലെ ബിവറേജിലെ കച്ചവടം കണ്ണൂരൊക്കെ പരമാവധി കുറഞ്ഞു. അപ്പം ഈ സ്ഥിരം കുടിയന്മാരെ സംബന്ധിച്ച് 20 രൂപ ഒരു കുപ്പി അവർ സ്ഥിരം മേടിക്കുന്ന ആൾക്കാർക്ക് അവർ തിരിച്ചു കൊണ്ടുപോയി കൊടുക്കാം. അത് ആ ബിവറേജിൽ നിന്ന് മേടിക്കുന്ന കുപ്പി തന്നെ തിരിച്ചു കൊണ്ടുപോയി കൊടുക്കണമെന്നാണ് അവർ പറയുന്നത്. ഇപ്പൊ നമ്മളിപ്പം യാത്ര പോവുകയാണ്, നമ്മളിപ്പം കട്ടപ്പനയ്ക്ക് പോകുന്നു, അല്ലെങ്കിൽ വാഗമണ്ണ് പോകുന്നു, കുമളിക്ക് പോകുന്നു, എറണാകുളം പോകുന്നു, അവിടെയൊക്കെ പോകുന്ന സമയത്ത് നമുക്ക് ബിവറേജിൽ നിന്ന് ഒരു കുപ്പി മേടിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആ കുപ്പി മേടിച്ചു കഴിഞ്ഞിട്ട് അത് ഇവിടെ കൊണ്ടുപോയി കൊടുത്താൽ എടുക്കണമെന്നില്ല. പിന്നെ നമ്മൾ 20 രൂപ മേടിക്കാൻ വേണ്ടി കട്ടപ്പനയ്ക്ക് പോകണം, കുമളിക്ക് പോകണം. അങ്ങനെയൊക്കെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഇതിന്റെ അകത്ത് വന്നിട്ടുണ്ട്. അപ്പൊ ഇത് ഇന്നലെ തുടക്കത്തിലെ തന്നെ പാളിയായിരുന്നു. കാരണം നമ്മുടെ പ്ലാസ്റ്റിക് ഇപ്പം നമ്മുടെ സർക്കാർ നിരോധനത്തിന് വേണ്ടി കൂടുതൽ ഹരിതകർമ്മസേനയാണ് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ശേഖരിച്ചുകൊണ്ടിരിക്കുന്നത്. പ്ലാസ്റ്റിക് കുപ്പി അടക്കം എല്ലാവരും എടുക്കുന്നുണ്ട്. അപ്പൊ ഈ സർക്കാർ ജനങ്ങളെ പിഴിയാൻ തുടങ്ങിയിട്ട് ഇത് ഇന്നും ഇന്നലെ തുടങ്ങിയതല്ല. വർഷങ്ങളായിട്ട് സർക്കാർ ജനങ്ങളെ മദ്യത്തിന്റെ പേരിൽ പിഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ പിഴിച്ചില് കൂടിയാണ് ഈ പ്രാവശ്യം 920 കോടി രൂപ ഈ കുടിയന്മാരുടെ നിന്ന് സർക്കാർ സമാഹരിച്ചതാണ്. എന്നിട്ട് ഒന്നും ഈ പിഴിച്ചിലിന് യാതൊരു കുറവും വരുന്നില്ല. വീണ്ടും ഇവരെ പിഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ നമ്മൾ സാധാരണപ്പെട്ടവർക്ക് വേണ്ടി സംസാരിക്കാൻ ഇവിടെ പല സംഘടനകളുണ്ട്, യൂണിയൻ നേതാക്കന്മാരുണ്ട്, ട്രേഡ് യൂണിയൻകാരെല്ലാവരും ഉണ്ട്. പക്ഷെ കുടിയന്മാരുടെ അവകാശങ്ങളെ പറ്റി സംസാരിക്കാൻ ഇവിടെ ഒരു സംഘടനയില്ല. അപ്പം ആ ഒരുപാട് പ്രശ്നങ്ങളെ അതിജീവിച്ചുകൊണ്ടാണ് ഈ കുടിയന്മാർ പോകുന്നത്. അപ്പൊ നമ്മൾ ചില സമയത്തൊക്കെ ഇവരുമൊക്കെ ആയിട്ട് സംസാരിക്കുമ്പോഴത്തേന് നർമ്മ കലർന്ന കുറെ കാര്യങ്ങളൊക്കെ ഇവർ പറയും. പക്ഷെ ഇവർ പറയുന്നതിന്റെ അകത്ത് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കാനുണ്ട്. പിന്നെ കുറെ ആൾക്കാർ മദ്യം ഉപയോഗിക്കുന്ന ആൾക്കാര് ഒളിച്ചും പാത്തും ഒക്കെയാണ് കുപ്പി മേടിച്ചോണ്ട് പോയി തുണി ഇവിടെയൊക്കെ താത്ത് വെച്ചോണ്ടൊക്കെ പോയാട്ടെ തോടിന്റെ സൈഡിലും ആറിന്റെ സൈഡിലും എല്ലാം പോയിരുന്നാണ് കുടിക്കുന്നത്. അവിടെ ചെന്ന് കഴിയും പിന്നെ ഈ കുപ്പിയും പറക്കിക്കൊണ്ട് ബിവറേജിൽ പോയി കൊടുക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഇതൊക്കെ ഇവരൊക്കെ ഇതിലും നല്ലത് നിങ്ങൾ ഒരു ദിവസം ഇത് അടച്ചിട്ടിട്ട് നിങ്ങളെല്ലാം കൂടെ കുപ്പി പറക്കാൻ പോവുക. ഈ ഉദ്യോഗസ്ഥന്മാർ എല്ലാം കൂടെ അത്രയ്ക്ക് മോശമായ ഒരു അതപ്പതിച്ച നിയമങ്ങളൊക്കെയാണല്ലോ നിങ്ങൾ കാണിക്കുന്നത്. ഈ കുടിയന്മാരെ സംബന്ധിച്ച് വേറെ ഒരു പ്രശ്നമുണ്ട്. ആദ്യം നമ്മൾ എങ്ങനെയും പൈസ ഉണ്ടാക്കുക, കുപ്പിക്കുള്ള പൈസ ഇവർ വീതം ഇട്ടാണെങ്കിലും പൈസ ഉണ്ടാക്കുന്നുണ്ട്. അവിടെ ചെന്ന് ബിവറേജ് ചെന്ന് ഇത് മേടിച്ചു കഴിഞ്ഞാൽ പിന്നെ അടുത്ത ചിന്ത എന്ന് പറയുന്നത് എവിടെ ഇരുന്ന് കുടിക്കും. വണ്ടി ഇരുന്ന് കുടിച്ചാൽ പോലീസ് പിടിക്കും, വഴി ഇരുന്ന് കുടിച്ചാൽ പോലീസ് പിടിക്കും. ഏതെങ്കിലും പൊതുവായിട്ടുള്ള സ്ഥലങ്ങളിൽ എവിടെയെങ്കിലും ഇരുന്ന് അടിച്ചു കഴിഞ്ഞാൽ കടയിലിരുന്ന് അടിക്കാൻ പറ്റത്തില്ല, അവിടെ ഇരുന്നാൽ പോലീസ് പിടിക്കും. ഇവരെ ഒരു വിധത്തിൽ പിന്നെ ഇതുമായിട്ട് വീട്ടിൽ ചെല്ലാൻ പറ്റും, വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ അവരെ ഓടിക്കും. അപ്പൊ അവരെ സംബന്ധിച്ച് ഇത് എവിടെ നിന്ന് കുടിക്കാൻ പറ്റും. അതുകൊണ്ടാണ് കുറെ ആൾക്കാർ കുറച്ച് ശകലെങ്കിലും സമാധാനം കിട്ടുമല്ലോ എന്ന് അറിയാൻ വേണ്ടിയാണ് ബാറുകളിൽ പോയിരുന്ന് കുടിക്കുന്നത്. ബാറിൽ പോയി കുടിച്ചിട്ട് ഇങ്ങോട്ട് ഇറങ്ങുമ്പോഴത്തേനാണ് അവിടെ പോലീസ് വണ്ടി കൈ കാണിക്കുന്നത്. അവിടെയും പിഴിച്ചില്ല, ഇവിടെയും പിഴിച്ചില്ല. ഈ പിഴിച്ചില് മാത്രമേ ഇവിടെ നടക്കുന്നുള്ളൂ. ബിവറേജിലെ ജോലിക്കാരെ സംബന്ധിച്ച് ഇനി അവർ വലിയൊരു പ്രതിസന്ധിയാണ് അവരെ നേരിടാൻ പോകുന്നത്. കാരണം ഈ കുപ്പി എടുക്കണം, അതിന് പൈസ കൊടുക്കണം, അതിന് തന്നെ സമയം കണ്ടെത്തണം, വൈകിട്ട് ഇത് മുഴുവൻ എണ്ണി തിട്ടപ്പെടുത്തണം. ഇവിടുത്തെ കളക്ഷന്റെ കൂടാതെ ബിവറേജിലെ ഇപ്പൊ നല്ല തിരക്കുള്ളൊരു ഇതാണല്ലോ, കച്ചവടമാണല്ലോ. അപ്പൊ അത് കൂടാതെ ഈ കുപ്പിയുടെ കണക്കും കൂടെ എടുക്കണം. ഇവർക്കൊന്നും ഒരു പണിയില്ല. ഇതുപോലുള്ള കുറച്ച് നാറിയ നിയമങ്ങൾ നമ്മുടെ സംസ്ഥാനത്ത് അടിച്ചേൽപ്പിക്കുന്നത്. എത്ര രൂപ നിങ്ങളൊന്ന് ഓർത്ത് നോക്കി, എത്ര രൂപയാണ് ടാക്സ് ഇനത്തിൽ മേടിക്കുന്ന അറിയോ? ഒരു കുപ്പിക്ക് 50 രൂപ അല്ലെ 100 രൂപ മുടക്കുള്ളതിന് 450 500 രൂപ ടാക്സ് കൂട്ടി മേടിച്ച് ജനങ്ങളെ പിഴിഞ്ഞ് ഇതിപ്പോ ഞാനിപ്പോ ഇപ്പം പറയുമ്പോഴത്തേന് പറയും സർക്കാരിനെ കുറ്റം പറഞ്ഞു, അതുകൊണ്ട് ഞാൻ കോൺഗ്രസ്സുകാരനല്ല, അല്ലെങ്കിൽ ഞാൻ BJP-കാരനാണ്.
അപ്പൊ എനിക്കിപ്പോ ഈ അടുത്ത കടയിലൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ. ഇപ്പൊ നമ്മൾ ഓരോ വീഡിയോ ചെയ്യുമ്പോൾ ഞാൻ ആ മെഡിക്കൽ കോളേജിലെ കെട്ടിട അപകടാവസ്ഥയിൽ അവിടെ ഒരു ചോർച്ച വന്നപ്പോഴത്തേന് ഈ ഇടിഞ്ഞു പോയതല്ല, അപ്പോഴത്തേന് പൈപ്പ് തൊട്ട് ലീക്കായപ്പോൾ അതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്തപ്പോൾ ആ വീഡിയോ ഭയങ്കരമായിട്ട് അങ്ങ് പോയി. അന്നേരം ആൾക്കാർ പറഞ്ഞു ഞാൻ കോൺഗ്രസ്സുകാരനാണ്, കാരണം LDF ആണല്ലോ ഭരിക്കുന്നത്, അവരെ സപ്പോർട്ട് ചെയ്ത് പറഞ്ഞാന്ന്. അപ്പം LDF-നെ സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കോൺഗ്രസ്സുകാരനാവും, കോൺഗ്രസ്സുകാരനെ സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കമ്മ്യൂണിസ്റ്റുകാരനാവും, ഇവരെ രണ്ടുപേരെയും കുറ്റം പറഞ്ഞാൽ BJP-ക്കാരനാവും. ഇപ്പൊ നിങ്ങളെ ആരൊക്കെ എന്തൊക്കെ ഞാൻ പറയാനുള്ളത് നല്ല വെടിപ്പായിട്ട് മുഖത്ത് നോക്കി പറയും. അതിൻ്റെ അകത്ത് എന്തെങ്കിലും പരാതികളോ പരിഭവങ്ങളോ ഉണ്ടെങ്കിൽ നമ്മൾ ഈ തമിഴ്നാട്ടിലൊക്കെ തലമുടിക്ക് പറയുന്ന ഒരു പേരുണ്ടല്ലോ, എനിക്ക് അത്രേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് ഞാൻ പറയാനുള്ളത് എപ്പോഴും പറയും, ഏത് പാർട്ടിയാണെന്ന് ഞാൻ നോക്കത്തില്ല, എനിക്കൊരു പാർട്ടിയിലും താല്പര്യമില്ല. കാരണം ഇപ്പം ഇനി 2 മാസം വരാൻ പോകുന്നത് നിങ്ങൾ കണ്ടോണം. ഇനിയും അതുപോലെ നാട്ടിൽ നമ്മുടെ വികസനങ്ങളെ പറ്റിയുള്ള ചർച്ചകളായിരിക്കും. കാരണം വരാൻ പോകുന്നതിന് അറിയോ, 2 മാസം കഴിയുമ്പോൾ പഞ്ചായത്ത് ഇലക്ഷൻ വരുന്നുണ്ട്. വാതോരാതെ നേതാക്കന്മാരെല്ലാം പ്രസംഗിച്ചും വരും. നിങ്ങളൊക്കെ ഓർക്കുന്നുണ്ട്, നിങ്ങൾ വോട്ട് ചെയ്യുന്ന ഒരു ദിവസം നമ്മുടെ ജോലി മെനക്കെട്ടിട്ടാണ് നമ്മൾ പോയി ഒരു വോട്ട് ചെയ്യുന്നത്. വോട്ട് ചെയ്യുമ്പോഴത്തേന് അന്നത്തെ ഏറ്റവും കുറഞ്ഞ കൂലി എന്ന് പറഞ്ഞാൽ 800-1000 രൂപ എന്ന് കൂട്ടിക്കും. നമുക്ക് വേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ എന്താണ് ഇവർ ചെയ്തു തന്നിരിക്കുന്നത്? ഏതെങ്കിലും ഒരു വഴി സഞ്ചാരയോഗ്യമാണോ? നിങ്ങളൊന്ന് പറഞ്ഞു നോക്കിയേ, ഒന്ന് ആലോചിച്ചിട്ട് പറഞ്ഞാൽ മതി. നിങ്ങളെ തെറി പറഞ്ഞു, എന്നെ വേണേ തെറി പറഞ്ഞു, പക്ഷെ എന്നാ തെറി പറഞ്ഞെന്ന് പറഞ്ഞാലും കമന്റ് പറഞ്ഞെന്ന് പറഞ്ഞാലും എനിക്ക് ഫേസ്ബുക്കിലും യൂട്യൂബിൽ നിന്നും പൈസ കിട്ടും. അത് അമേരിക്കയിൽ നിന്നാണ് കിട്ടുന്നത്. അതിൻ്റെ അകത്ത് ഇപ്പം ആർക്കും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. എത്ര തെറി പറഞ്ഞാലും എനിക്ക് നിങ്ങൾ പറയുന്ന അനുസരിച്ച് എനിക്ക് പൈസ കിട്ടിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് നിങ്ങൾ ധൈര്യമായിട്ട് തെറി പറഞ്ഞു, ഞാൻ പറയാനുള്ളത് പറയും. അപ്പം ഇനിയിപ്പോൾ അതാ വരാൻ പോകുന്നത്. അപ്പം നമ്മൾക്ക് ഞാനിപ്പം പുതുപ്പള്ളിയിൽ ഒരു പഞ്ചായത്തിന്റെ ഭരണസമിതിയെ പറ്റി കുറ്റം പറഞ്ഞൊരു വീഡിയോ ഇടുമ്പോഴത്തേന് ഞാൻ കോൺഗ്രസ്സുകാരനായി, MLA പറ്റി പറയുമ്പോഴത്തേന് ഞാൻ കമ്മ്യൂണിസ്റ്റുകാരനായി. പുതുപ്പള്ളിയില് പഞ്ചായത്ത് ഭരണസമിതി ഒരു വഴിക്ക്, MLA വേറെ ഒരു വഴിക്ക്. ഇത് സത്യമായ കാര്യമാണ്. നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും ഇതിന്റെ അകത്ത് 100% തെളിവുള്ള കാര്യമാണ്. MLA വഴിക്ക് പോകുന്നു, പഞ്ചായത്തിന് ഇവർ തമ്മിൽ ഒരു ഒത്തൊരുമ ഇല്ലാത്തതുകൊണ്ടാണ് പുതുപ്പള്ളി അതപ്പതിച്ച് പൊക്കോണ്ടിരിക്കുകയാണ്. പുതുപ്പള്ളി അന്നും ഇന്നും എല്ലാം അതപ്പതിച്ച് പൊക്കോണ്ടിരിക്കുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം ഒത്തൊരുമയില്ലായ്മ കൊണ്ടാണ്. MLA-യും പഞ്ചായത്തും ജനങ്ങൾ ഒരുമിച്ച് നിന്നാൽ മാത്രം ഒരു നാടിന് വികസനം ഉണ്ടാവും. അതില്ലാത്തത്രയും കാലം നാട് നന്നാകത്തില്ല, അത് മുടിഞ്ഞു തന്നെ പോത്തേ ഉള്ളെന്നുള്ളത് 100% ഉറപ്പാണ് നമ്മുടെ പുതുപ്പള്ളിയുടെ കാര്യത്തിൽ. മറ്റുള്ള സ്ഥലത്തൊക്കെ ഒരുപാട് വികസനമുണ്ട്. ഇപ്പൊ പാലായിൽ എടുത്തു പറയുകയാണെന്നുണ്ടെങ്കിൽ പാലാ നമ്മൾ അങ്ങോട്ട് പോയി കഴിയുമ്പോഴത്തേന് എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. മാണിസാർ എല്ലാവരും പറഞ്ഞു മാണിസാർ ഒരുപാട് പൈസ കട്ടു, നോട്ടുണ്ടെന്ന് മിഷൻ മേടിച്ച് വെച്ചെന്നൊക്കെ. എന്ത് മേടിച്ച് വെച്ചോട്ടെ, എന്ത് മേടിച്ച് വെച്ചാൽ പാലായാക്കി മാറ്റിയത് മാണിസാറാണ്. അത് പറയാതിരിക്കാൻ പറ്റത്തില്ല. എവിടെ നമ്മുടെ പുതുപ്പള്ളിയിൽ എന്നാ പറ്റിയത്? എല്ലാവർക്കും പ്രീതികൾ മതി, അല്ലെങ്കിൽ എല്ലാവരും MLA-യുടെ പുറകെ അല്ലെ മന്ത്രിയുടെ പുറകെ എല്ലാവരും വാലാട്ടി നടക്കുകയാണ്. എന്താ കിട്ടിയിരിക്കുന്ന പുതുപ്പള്ളിക്ക്? ഒരു നല്ല പറയാൻ പറ്റിയ ഒരു ബസ് സ്റ്റാൻഡ് പോലും പുതുപ്പള്ളിക്കുണ്ടോ? നിങ്ങളൊന്ന് ചോദിക്കേ. ഏതെങ്കിലും ഒരു കാര്യത്തിൽ പുതുപ്പള്ളിക്ക് അഭിമാനിക്കാമെന്ന് പറയുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ അതിന്റെ താഴെ ഒന്ന് കമന്റ് ഇടുക, എന്താ ഉള്ളെന്നുള്ളത്. പുതുപ്പള്ളിയിലെ സർക്കാർ ആശുപത്രികൾ മുഴുവൻ താറുമാറായി കിടക്കുന്നു. തോട്ടയ്ക്കാട്ട് 24 മണിക്കൂറും പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഏറ്റവും നല്ല ഹോസ്പിറ്റലായിരുന്നു തോട്ടയ്ക്കാട്. ഇന്ന് അവിടെ ചെന്ന് അതൊന്ന് കണ്ടു നോക്കിയേ. അതുപോലെ നമ്മുടെ മെഡിക്കൽ കോളേജിൽ കെട്ടിടം പൊളിഞ്ഞു വീഴാറായപ്പോഴത്തേന് നമ്മുടെ MLA അടക്കം അവിടെ പോയി ഭയങ്കര ഇതെല്ലാം നടത്തിയിരുന്നത്. പുതുപ്പള്ളിയിൽ എത്ര കെട്ടിടം ഉണ്ടെന്ന് അറിയാം, അപകടാവസ്ഥയിൽ നിൽക്കുന്നത്. എത്രയോ സ്ഥലങ്ങൾ പുതുപ്പള്ളി ഗ്രൗണ്ട് നശിച്ച് കിടക്കുന്ന, IHRD-യുടെ ഞാൻ പറഞ്ഞില്ലേ സിന്തറ്റിക് കോർട്ട് നശിച്ചു കിടക്കുന്നു. അതുപോലെ ഈ പുതുപ്പള്ളിയുള്ള ഒരുപാട് സ്ഥാപനങ്ങൾ നശിച്ചു കിടക്കുന്നു. അതിനൊന്നും ആർക്കും ഒരു പ്രശ്നമില്ല. വീണ്ടും പുതിയത് നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ്. പൈസ അടിച്ചു മാറ്റാൻ ഇതൊക്കെയാ വഴിയുള്ളൂ. ഇതൊന്നും ജനങ്ങളൊന്നും മനസ്സിലാകത്തില്ല. അടുത്ത ഇലക്ഷൻ വരുന്നു, വീണ്ടും നിങ്ങൾ കുത്തുക, അവരെ വൻപിച്ച ഭൂരിപക്ഷത്തോടു കൂടി ജയിപ്പിക്കുക. ഇതൊക്കെയാണ് നിങ്ങൾക്ക് പറഞ്ഞിട്ടുള്ളത്, എനിക്കും പറഞ്ഞിട്ടുള്ളത്. ഞാനുമൊക്കെ വോട്ട് ചെയ്തപ്പോഴത്തേന് ഒരുപാട് പ്രതീക്ഷ ഉണ്ടായിരുന്നു, പക്ഷെ എല്ലാം പാഴായി പോയിട്ടുണ്ട്. കാരണം ഒന്നും നടക്കുന്നില്ലെന്ന് കാണുമ്പോഴത്തേനും നമുക്കെല്ലാം ഇപ്പം ഒരു മെമ്പർ ജയിച്ചു വന്നപ്പോഴത്തേന് മെമ്പർ പറഞ്ഞു ഒരുപാട് കാര്യങ്ങൾ ചെയ്യാമല്ലോ എന്നും വെച്ചാണ് പഞ്ചായത്തിലോട്ട് വരുന്നതെന്ന് പറഞ്ഞു. വന്നു കഴിയുമ്പോൾ തന്നെ ഇവിടുത്തെ ഓരോരോ പ്രതിസന്ധി, ഇവിടുത്തെ ഓരോ ഡിപ്പാർട്ട്മെന്റിന്റെ പ്രശ്നങ്ങൾ. ഇപ്പം മെഡിക്കൽ കോളേജിലെ ഇന്നത്തെ പത്രത്തിലെ വാർത്തയാണ് നിങ്ങൾ കണ്ടത്. മെഡിക്കൽ കോളേജിലെ കെട്ടിടങ്ങൾ അപകടാവസ്ഥയിലായി നിൽക്കുക, അത് പൊളിക്കാൻ വേണ്ടി തുക വെച്ചപ്പോഴത്തേനും അത് കരാറുകാരായിട്ട് അത് ഒരു ബാത്റൂമൊക്കെ പൊളിച്ചിട്ട് അതിൻ്റെ അകത്ത് നിൽക്കുക. എന്നാ കിട്ടാൻ? അതൊക്കെ കിട്ടുന്ന വിലക്ക് കൊടുക്കുക. അതുപോലെ നമ്മുടെ തോട്ടയ്ക്കാട്ട് ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ ഒരു കെട്ടിടം ഇടിഞ്ഞു വീഴാറായിട്ടുണ്ട്. 2 പ്രാവശ്യം അതിന് ടെൻഡർ കരാറുകാരനെടുത്തിട്ട് ആരും എടുക്കുന്നില്ല. ഇതൊക്കെയാണ് ഇവിടുത്തെ അവസ്ഥ. ഇതിന്റെ ഏതാണ്ട് വലിയ തുക കിട്ടും. ഈ വർഷങ്ങൾ 1900 നമ്മുടെ സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പുള്ള കെട്ടിടമാണ് തോട്ടയ്ക്കാട്ട് നിൽക്കുന്നത്. അതൊക്കെ പൊളിച്ച കരാറുകാരൻ അവനവന് കോടികൾ കിട്ടുകയല്ലേ. അതുകൊണ്ടാണ് ഇതൊക്കെ ഈ ഇങ്ങനത്തെ ഉള്ള കുറെ ഡിപ്പാർട്ട്മെന്റ്, നശിച്ച കുറെ ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് ഇനിയും പറഞ്ഞു വന്ന ഒരുപാട് കാടി കയറിപ്പോകും. അതുകൊണ്ട് നമ്മൾ പറഞ്ഞു വന്നത് ബിവറേജിലെ കുപ്പിയുടെ വിഷയമാണ്.
അപ്പൊ ആ കുപ്പിയുമായിട്ടുള്ള ബന്ധപ്പെട്ട വിഷയത്തിൽ നിങ്ങൾക്ക് കമന്റ് പറയാം. ഈ പുതിയ നിയമം നല്ലതാണെന്നുള്ള. ഈ മദ്യപിക്കുന്ന കുടിയന്മാരെ സംബന്ധിച്ച് ഇപ്പൊ സർക്കാരിനെ നിലനിർത്തുന്നത് അവരാണ്. അവരെ ഏതൊക്കെ രീതിയിൽ ഇപ്പം ബിവറേജ് നമ്മൾ പോയി കുപ്പി മേടിച്ചിട്ട് വരുന്ന അവിടെ പോലീസിന്റെ വണ്ടി അവിടെ കിടക്കുക ചെക്കിങ്ങിന്. ബാറിന്റെ വാതിക്കൽ സർക്കാർ വിൽക്കുന്ന സാധനങ്ങളാണ് ഏതാ ഈ മദ്യം സർക്കാർ വിൽക്കുന്നു. ബാറിൽ വിൽക്കുന്നത് സർക്കാർ കൊടുത്ത മദ്യം വിൽക്കുന്നു. അവിടെ നിന്ന് കുടിച്ചിട്ട് ഇറങ്ങുമ്പോഴത്തേന് അന്നേരം കൈ കാണിക്കുകയാണ് പോലീസുകാര്. അവിടെയും പിഴിച്ചില്. പോലീസുകാര് ഈ സാധാരണക്കാരെ മാത്രമേ പിഴിയുന്നുള്ളൂ. ഞാൻ ഈ അടുത്ത കാലത്ത് ഒരുപാട് കണ്ടു. പറയുന്ന പോലീസ് ഇപ്പം അവർക്ക് ഗ്രഹപ്പഴയാണ്. കാരണം ഇടിച്ച് കൊന്നതിന്റെയൊക്കെ ഇടിച്ചു കൂട്ടിയതിന്റെയൊക്കെ ഇപ്പം കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. പോലീസുകാർക്ക് ഇപ്പം വന്നിരിക്കുകയാണ്. പക്ഷെ ഒരുപാട് നല്ല കാര്യങ്ങൾ അവർ ചെയ്യുന്നുണ്ട്. പക്ഷെ അതിന്റെ അകത്ത് ഏത് ഡിപ്പാർട്ട്മെന്റിലാണെങ്കിലും നല്ല ഉദ്യോഗസ്ഥരുണ്ട്. അതിന്റെ അകത്ത് മോശം കാണിക്കുന്നുണ്ട്. പക്ഷെ ആ മോശം ഒരാൾ ചെയ്യുമ്പോഴത്തേനാണ് ആ ഡിപ്പാർട്ട്മെന്റിന് മുഴുവൻ പേരുദോഷം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഒരുപാട് നല്ല കാര്യങ്ങൾ നമ്മുടെ പോലീസ് ഉദ്യോഗസ്ഥർ ചെയ്യുന്നുണ്ട്. അത് ഒരുപാട് കേസുകൾ തെളിയിക്കുന്നുണ്ട്. പക്ഷെ ഇതൊന്നും നമ്മുടെ ഇവിടുത്തെ കുറച്ച് ഞാൻ പറഞ്ഞില്ലേ ഇപ്പം വന്ന പോലെ കുറെ പുതിയ നിയമങ്ങൾ വന്നുകൊണ്ട് ഇവർക്കൊന്നും ചെയ്യാൻ മേലാത്ത ഒരു അവസ്ഥയിലേക്കാണ്. ഒരു പ്രതിയെ പിടിച്ച് സ്റ്റേഷനിലോട്ട് കൊണ്ടു ചെന്ന് കഴിഞ്ഞാൽ അന്നേരം രാഷ്ട്രീയക്കാരൻ വരും, അവനെ എടുത്തോണ്ട് പോകണം. അവനെ രണ്ട് തെറി പറയുകയാണെന്നുണ്ടെങ്കിൽ ആ പോലീസുകാരനെ സ്ഥലം മാറ്റുക, ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അവരും അങ്ങ് ആകപ്പാടെ ഇപ്പം ഈ അടുത്ത ഇടയില് എനിക്ക് തോന്നുന്നത് ഒരുപാട് പോലീസ് ഉദ്യോഗസ്ഥര് ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. അതുപോലെ ഒരുപാട് പോലീസ് ഉദ്യോഗസ്ഥര് മാനസിക പ്രശ്നങ്ങളിൽ നിൽക്കുന്നുണ്ട്. ഇതിന്റെയൊക്കെ മെയിൻ പ്രധാനപ്പെട്ട കാര്യം എന്നൊക്കെ പറഞ്ഞത് ഇതുപോലെയുള്ള അമിത ജോലിയിലാണ് ഇവരൊക്കെ 24 മണിക്കൂറും വരെയൊക്കെ ഇട്ട് ജോലി ചെയ്യിപ്പിക്കുന്നുണ്ട്. അത് നിങ്ങൾ ഇപ്പൊ ഞാൻ പോലീസുകാരെ സപ്പോർട്ട് ചെയ്ത് പറയുന്നല്ല, ഞാൻ അവരുമായിട്ട് ബന്ധപ്പെട്ട് കുറെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. അപ്പൊ നിങ്ങൾ എത്ര കുറ്റം പറഞ്ഞാൽ ഇതിനകത്തുണ്ട് മോശം ആൾക്കാരുണ്ട്, ക്രിമിനൽ പശ്ചാത്തലമുള്ള ആൾക്കാരുണ്ട്. അവരെയൊക്കെ ശിക്ഷിക്കുക. അത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ അവരെ ശിക്ഷിക്കുക. അല്ലാതെ പോലീസുകാരെ അടച്ച് ഇവർ ഇത്രയും കൊള്ളരായ്മ എന്ന് പറയുന്നത് നമ്മുടെ കോട്ടയം ജില്ലയിലൊക്കെ പല കാര്യത്തിനും നിങ്ങൾക്കറിയാം, പോലീസുമായിട്ട് ബന്ധപ്പെട്ടുള്ള പല കാര്യത്തിനും നിങ്ങൾക്കൊക്കെ ഒരുപാട് ഉപകാരങ്ങൾ ഉണ്ടായിട്ടുള്ള ഉദ്യോഗസ്ഥന്മാർ അവരൊക്കെ ചെയ്യാൻ മനസ്സുള്ളവരുണ്ട്. ഒരുപാട് സാധുക്കളെ ഇവരെ സഹായിക്കുന്നുണ്ട്. കാരണം ഇവരുടെ കയ്യിൽ നിന്ന് പൈസ എടുത്ത് ശമ്പളത്തിൽ നിന്ന് കിട്ടുന്ന പൈസയും കൊണ്ട് വരെ ഓരോ രോഗികളെ അല്ലെങ്കിൽ അവർ പിടിച്ചുകൊണ്ട് പോകുന്ന ആൾക്കാർക്ക് എന്തെങ്കിലും മേലായിക വരുന്നതും അതിനൊക്കെ ഇവർ സഹായിക്കുന്നുണ്ട്. എന്നോട് ഈ കഴിഞ്ഞ ഇടയിൽ നമ്മുടെ പുതുപ്പള്ളി ഒരാൾക്ക് ആക്സിഡന്റ് പറ്റിയപ്പോഴത്തേനും എന്നോട് എന്റെ വീഡിയോ കണ്ടപ്പോഴത്തേന് പറഞ്ഞ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു എനിക്ക് ഞങ്ങൾ ചിലവർക്ക് പൈസ കൊടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെയൊക്കെ ഒരു മനസ്സുള്ള ഒരുപാട് പോലീസ് ഉദ്യോഗസ്ഥരുണ്ട്. പക്ഷെ അവർക്കെല്ലാം കളങ്കപ്പെടുത്തിക്കൊണ്ടാണ് ഈ പിഴിച്ചിലും കാര്യങ്ങളും എല്ലാം നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പം പോലീസുകാർക്ക് ഒരു കലാപരിപാടിയും കൊണ്ടുണ്ട്. മൊബൈൽ ഫോൺ ഇപ്പം പോലീസുകാരിലൊക്കെ ഇരിക്കുന്ന വില കൂടിയ ഫോൺ മേടിക്കാനാണ് ഉദ്ദേശം. കാരണം എന്താ അറിയോ, നമ്മളൊക്കെ എവിടെയെങ്കിലും ഒന്ന് വണ്ടി നിർത്തിയിട്ട് ഒന്ന് മൂത്രമൊഴിക്കാൻ അങ്ങോട്ട് ഇറങ്ങിപ്പോയ അന്നേരം നമ്മുടെ ചിത്രത്തിന്റെ അകത്ത് മോഹൻലാൽ വരുന്നെന്ന് പറഞ്ഞാൽ ഇങ്ങനെ വരിക. ഏത് സ്ഥലത്ത് ഒന്ന് നമുക്ക് വാഹനമായിട്ട് പോയി കഴിഞ്ഞാൽ നമ്മളെ വീട്ടിൽ നിന്ന് ഒരു അത്യാവശ്യ കാര്യത്തിന് പോയിട്ട് തിരിച്ചു വരുന്നിടം വരെ ഒരു പെറ്റി കേസ് അങ്ങനെ കിട്ടാതിരിക്കത്തില്ല. കാരണം എവിടെ വെച്ചെങ്കിലും വണ്ടി അല്ലെങ്കിൽ സീബ്ര ലൈനിന്റെ അങ്ങോട്ട് വണ്ടി ഒന്നും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാരണമായിട്ട് ഒരു പോലീസുകാരനെതിരെ പോകുന്നിടത്ത് നമുക്ക് പെറ്റി അടിക്കുന്നുണ്ട്. ഇതിങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് പിഴിച്ചില് മാത്രമേ നടക്കുന്നുള്ളൂ. അപ്പൊ സർക്കാരിനെ കുറ്റം പറയുന്നതുകൊണ്ട് കുറച്ചു പേർക്ക് ഇഷ്ടപ്പെടത്തില്ല. ഞാൻ ഉള്ള കാര്യമാണ് പറഞ്ഞത്. നിങ്ങൾ ചിന്തിച്ചു നോക്കുക. ഇത് പിഴിച്ചില് മാത്രമേ നടക്കുന്നുള്ളൂ. ഈ സർക്കാർ വന്നേ പിന്നെ ഒരുപാട് ആൾക്കാരെ പിഴിച്ചിലോട് വഴി ബിവറേജിലെ ഇപ്പം കുപ്പിയുടെ വിഷയം ഞാൻ പറഞ്ഞില്ലേ. പുതിയ നിയമത്തെ പറ്റി പറഞ്ഞപ്പോഴത്തേനാണ് മറ്റൊരു കാര്യം ഞാൻ പറയുന്നത്. എനിക്ക് കഴിഞ്ഞ ദിവസം എനിക്കൊരു കല്യാണം ഉണ്ടായിരുന്നു. അപ്പൊ കല്യാണത്തിന് പോകാൻ വേണ്ടി ടൗണിൽ കൂടെ പോയ കോമരാമ്പത്തിനാണ് പോകുന്നത്. ചിലപ്പോൾ ഞാൻ നാട്ടകം വഴിയൊക്കെ കയറി പോകും. നമ്മുടെ നാട്ടകത്തുനിന്ന് ബൈപ്പാസ് കയറി പോയി കഴിഞ്ഞാൽ വലിയ ബ്ലോക്ക് ഇല്ലാതെ അത് തന്നെ വലിയ തിരക്കില്ലാതെ പോകാൻ പറ്റുന്നതുകൊണ്ട് ഞാൻ അതിലെ പോയപ്പോഴത്തേന് എരമല്ലൂർ അവിടെ ഒരു ചെറുകടി വിൽക്കുന്ന കടയുണ്ട്. അവിടെ നമ്മുടെ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിലെ സാറുമാരെല്ലാം അതിൻ്റെ അകത്തിരിക്കുന്നത് കുറെ ആളും കൂടിയിട്ടുണ്ട്. ഞാൻ അവിടെ ഒന്ന് സ്ലോ ആക്കി. പക്ഷെ അന്നേരം വൈഫ് പറഞ്ഞു അവിടെ സമയം പോയി കല്യാണത്തിന്റെ. കാരണം ഞങ്ങള് നല്ല സ്പീഡിലാണ് പോയത്. അന്നേരത്തേന് തിരിച്ചു വരുമ്പോൾ കയറാമല്ലോ എന്ന് പറഞ്ഞു. തിരിച്ചു വരുമ്പോഴത്തേന് കയറിയപ്പോഴത്തേന് ബജിക്കടയിൽ അവിടെ അവർക്ക് എഴുതി കൊടുത്ത് 600 രൂപ ഫൈൻ അടിച്ചു കൊടുത്ത് ഈ ഉദ്യോഗസ്ഥന്മാർ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിലെ സാറുമാര് അവരടിച്ചു കൊടുത്തതിന്റെ കാര്യം എന്താണെന്നറിയാം. കടയ്ക്കകത്ത് വേറെ ഒരു മൊത്തം പരിശോധന എല്ലാം കഴിഞ്ഞിട്ട് കുറ്റമൊന്നും കാണാനുണ്ടോ, പുകവലി പാടില്ലെന്നുള്ള ബോർഡില്ല. മിക്ക കടയിലും ബോർഡ് വെച്ചിട്ടുണ്ട്. നിങ്ങൾ ചെല്ലുന്ന ആയുർവേദ കടയിൽ, എന്റെ ഒരു സുഹൃത്തിന്റെ പുതുപ്പള്ളിയിലുള്ള ആയുർവേദ കടയുണ്ട്. അവിടെ ഞാൻ ചെല്ലുമ്പോൾ അവിടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്, പുകവലി പാടില്ല. അതുപോലെ പുതുപ്പള്ളിയിലെ കടകളിലെല്ലാം പുകവലി പാടില്ലെന്നുള്ള ബോർഡ് വെച്ചില്ലെങ്കിൽ ഫൈനാണ്. ഇതൊരു പുതിയ നിയമമാണ് കേട്ടോണേ. അതുകൂടാതെ പുതുപ്പള്ളിയിലെ കവലയുടെ നടുക്ക് ബീഡി സിഗരറ്റ് വിൽക്കുന്ന ഒരു കടയുണ്ട്, നമ്മുടെ സുഹൃത്തിന്റെയാണ്.
അവിടെ വന്ന് കഴിഞ്ഞ ദിവസം പുള്ളിക്ക് 300 രൂപ ഫൈൻ എഴുതി കൊടുത്തു. അവിടെ ഈ ബീഡിയും സിഗരറ്റും വിൽക്കുന്ന കടയാണ്. വർഷങ്ങളായിട്ട് പുള്ളി ഒരു എനിക്ക് തോന്നുന്നു 10-70 വർഷക്കാലമായിട്ട് അവിടെ തന്നെയുണ്ട്. കാരണം പുള്ളിയുടെ അച്ഛന്റെ കാലം തൊട്ട് അവിടെ കട നടത്തുന്നതാണ്. ബീഡിയും സിഗരറ്റും ഇങ്ങനെയുള്ള ബീഡിയും സിഗരറ്റും എല്ലാം സർക്കാർ തന്നെ നിർമ്മിക്കുന്ന സാധനങ്ങളാണ്. ഇതിന്റെ അവിടെ എല്ലാം ബോർഡ് എഴുതി വെക്കുന്നുണ്ട്, പുകവലി പാടില്ലെന്നൊക്കെ പറഞ്ഞ് ഈ ബോർഡിന് പറഞ്ഞില്ല. അപ്പൊ ഇത് ആ കടയിൽ വന്നിട്ട് എഴുതി കൊടുത്ത 300 രൂപ ഫൈൻ എഴുതി കൊടുത്തതിന്റെ കാരണം എന്താണെന്നറിയോ? ആ കടയുടെ ഫ്രണ്ടിൽ അദ്ദേഹം ഈ ബീഡി സിഗരറ്റും വെച്ചിരുന്നു. അപ്പൊ അത് പ്രദർശിപ്പിച്ചെന്നും പറഞ്ഞാണ് പുള്ളിക്ക് 300 രൂപ എഴുതി കൊടുത്തത്. ഇതുപോലെ കുറച്ച് നാറിയ നിയമങ്ങൾ കാരണം, അതുകൊണ്ടല്ല ഈ നമ്മുടെ ഇപ്പൊ മദ്യത്തിന്റെ ഈ വിലയും കൂടെ 20 രൂപയും കൂടെ ഒരാള് പോലും നമ്മുടെ കേരളത്തിൽ ജീവിക്കാൻ തന്നെ താല്പര്യപ്പെടാത്ത ഒരു അവസ്ഥയിലേക്ക് വന്നിരിക്കുകയാണ്. ഈ നാറിയ കുറെ ഉദ്യോഗസ്ഥന്മാരും കുറെ നാറിയ നിയമങ്ങളും. ഇതുകൊണ്ടാണ് ജനങ്ങളൊക്കെ പൊറുതിമുട്ടി ഇവിടെ നിന്നൊക്കെ കിട്ടുന്ന വിലക്ക് ഇവിടെയൊക്കെ വിറ്റിട്ട് പോവുകയാണ്. അപ്പൊ നമ്മള് ഈ വിദേശ മലയാളികളോടൊക്കെ ഒരു അഭ്യർത്ഥനയാണ്, നമ്മുടെ കേരളത്തിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഈ പുതിയ നിയമങ്ങളെല്ലാം പഠിച്ചിരിക്കണം, എന്നാലേ നിങ്ങൾക്ക് ഇവിടെ ജീവിക്കാൻ പറ്റത്തുള്ളൂ. ആ ഒരു അവസ്ഥയിലേക്ക് കേരളം ഇന്ന് എത്തിച്ചേർന്നിരിക്കുകയാണ്.